വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ചേമ്പ് കൊണ്ട് ഇതുപോലെ ഒരു കറി വെച്ച് നോക്കൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫുള്ളായിട്ട് വീഡിയോ കാണുക. ചേമ്പ് 4 പീസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മൊരി കളഞ്ഞെടുക്കാം. അപ്പോൾ അത് മൊരി കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അതിന് ശേഷം എല്ലാതും മൊരി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് പീസാക്കി എടുക്കാം. അപ്പോൾ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് കറുത്ത കളറായി പോകും. അതാണ് അപ്പോൾ എല്ലാതും കഴുകി വൃത്തിയാക്കി നല്ല വെള്ളത്തിലിട്ട് വെച്ച് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാതും കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 മുളക് നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പിൻ്റെ ഇല, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി 8 അല്ലിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കിയിട്ടുള്ള തൈരാണ്. അപ്പോൾ പുളി നന്നായിട്ട് കുറവാണ്. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അങ്ങനെ പുളി കുറഞ്ഞത് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഒരു 3 കയ്യിലാണ്, വലിയ കയ്യിലാണ് തൈര് ഒഴിച്ച് കൊടുക്കുന്നത് അരച്ച് വെച്ചതിൽ. അപ്പോൾ അതെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ചേമ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു പാനിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വീഡിയോ എടുക്കുമ്പോൾ കുക്കറിൽ നിന്ന് കാണാത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ പാനിലേക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം കുറച്ചും കൂടെ വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ കട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ഗ്യാസുമ്മ വെച്ച് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. 2-3 പ്രാവശ്യം ഒന്ന് ചെറുതായിട്ട് പതച്ച് കിട്ടിയാൽ മതി. നന്നായിട്ട് തിളക്കണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇല്ലെങ്കിൽ അത് പിരിഞ്ഞ് പോകും. തൈര് ഒഴിച്ച കാരണം കൊണ്ട് നന്നായി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് പതച്ച് കിട്ടിയാൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും 2 പ്രാവശ്യം കൂടി ഇതുപോലെ ഒന്ന് പതപ്പിച്ചെടുത്തിട്ട് നന്നായി പതച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഗ്യാസിൻ്റെ മേലെന്ന് ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട്. ഇനി ഒന്ന് താളിച്ചെടുക്കാം. ഇറക്കി വെച്ചിട്ട് അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിയ ശേഷം കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവയും മൂത്ത ശേഷം ഉണക്കമുളകാണ് ഒരു 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുരുമുളക് ചതച്ചതാണ്, അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി നന്നായി മൂത്ത ശേഷം കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല രുചിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ ഉണ്ടായാൽ നല്ല രുചിയോട് കൂടെ ഭക്ഷണം കഴിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.